ഹലോ ഫ്രണ്ട്സ്, വീട്ടിൽ തന്നെ ഐസ്ക്രീം എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ ഐസ്ക്രീം മിക്സാണ്. മാളിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ്. അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടും. ഫൈനായിട്ടുള്ള നല്ല പൗഡറാണ്. ഈ പൗഡറിലോട്ട് നമുക്ക് എഗ് വൈറ്റോ അല്ലെങ്കിൽ പാലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ്. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് 200 ml പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ 200 ml പാലെടുത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡെന്ന് പറഞ്ഞാൽ യെല്ലോ ഷെയ്ഡാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വൈറ്റ് ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ നമുക്കതിലോട്ട് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് അടുത്തത് ബീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവരാണെങ്കിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമേ അടുത്തതായിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു യെല്ലോ ഷെയ്ഡ് മാറിയിട്ട് വൈറ്റ് ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് കളർ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. യെല്ലോ മാറി വൈറ്റ് ആവുന്നത് കാണാം. കണ്ടോ, നന്നായിട്ട് വൈറ്റ് ഷെയ്ഡ് ആവുന്നുണ്ട്. നല്ല ഫ്ലഫി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് ബീറ്റായി വരുന്നുണ്ട്. ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീം ചെറിയൊരു ഡ്രേ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഡ്രേയിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഡ്രേ സെറ്റ് ചെയ്തിട്ട് നമുക്ക് 7 hour 8 hour നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കി 2 ചേരുവകൾ വെച്ചിട്ട് പാലും അതുപോലെ തന്നെ ഈ മിക്സ് പൗഡർ മാത്രം മതി. സെറ്റാക്കി ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ളതാണിത്. ഇതാണ് ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ളത്. ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ, പഴയ ടേസ്റ്റാണ് നമ്മുടെ ഈ വാനില ഫ്ലേവറിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഐസ്ക്രീം നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബൗളിലോട്ടെടുത്ത് മാറ്റി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് 2 ingredients വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തൊന്ന് നോക്കണേ. അപ്പോൾ ഷോപ്പിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളത് തന്നെയാണിത്. കഴിച്ചു നോക്കിയപ്പോഴേ മനസ്സിലായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.